സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എങ്ങനെയാണോ ഭക്ഷണം രുചിപൂർവ്വം ഉണ്ടാക്കിയിട്ട് അത് വിശപ്പ് മാറ്റി ശരീരം പുഷ്ടിപ്പെടുത്തുന്നത്, അതേപോലെ ഇത്തരത്തിലുള്ള ഭഗവാനെ ആശ്രയിക്കലും പാദസേവ ചെയ്യലും നമുക്ക് മനഃശാന്തിയും അനുഭവജ്ഞാനവും നൽകുന്നു രാജാവേ എന്ന് പറഞ്ഞ് ആ ഭാഗം പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ഭഗവത് ഭക്തന്റെ ലക്ഷണം എന്താണ്? 3 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പിന്നെ പ്രാകൃത ഭക്തൻ. ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളിലും ഈശ്വരത്വം കാണുന്നവൻ ആരാണോ അവനാണ് ഉത്തമമായ ഭക്തൻ. എല്ലാവരിലും ഈശ്വരത്വം കാണാം. നമ്മൾ ഭരതന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഭദ്രകാളി ദേവിയുടെ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭരത മഹാരാജാവിന് സകല ചരാചരങ്ങളിലും തൻ്റെ അംശത്തെ കാണുകയാണ്. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ഉപദ്രവിക്കണം തോന്നുമോ? അപ്പോൾ ഒരു ജീവിയെ ഉപദ്രവിക്കണം ആർക്കെങ്കിലും തോന്നുമോ? അതല്ലേ ഏറ്റവും വലിയ സമചിത്തതയും സമതൃഭാവവും, എല്ലാവരും ഒന്നാണെന്നുള്ള ഭാവം പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? പോരാ. സകലവരിലുമുള്ള ഭാവം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നൈർമല്യമായ ഭാവമാണ്. എല്ലാവരിലും ഒരു ഭാവമാണെന്ന് പറഞ്ഞാൽ സ്നേഹമല്ലാതെ അവിടെ വേറൊരു വികാരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളതാണ് ഏറ്റവും വലിയ ഭക്തൻ. സകലവരിലും ഈശ്വരഭാവം കാണുന്നത് അവരാണ് ഏറ്റവും വലിയ ഭക്തൻ. മധ്യമ ഭക്തൻ, ഈശ്വര നിഷേധികളായിട്ടുള്ളവരുണ്ട്. ഭഗവത് നിന്ദ ചെയ്യുന്നവരെ അവഗണിക്കുകയും അവരോട് ശത്രുതാഭാവം ഇല്ലാതെ മൈത്രിഭാവം പുലർത്തുകയും ഭഗവത് ഭക്തന്മാരോട് സ്നേഹബന്ധവും മൈത്രിഭാവവും പുലർത്തി. എന്നാൽ അവർക്ക് ഈശ്വരനുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരിലും ഈശ്വരനെ കാണാൻ കഴിയാത്ത ഭക്തന്മാരുണ്ട്. ഭഗവാനുണ്ട്, ഭഗവാന്റെ അംശത്തിലുണ്ട്. പക്ഷെ എല്ലാവരിലും ഭഗവാന്റെ അംശം കാണാൻ കഴിയാത്തവരുണ്ട്. അവർ മധ്യമ ഭക്തന്മാരാണ്. നമ്മളൊക്കെ പലപ്പോഴും മധ്യമ ഭക്തന്മാരാ. ഉത്തമ ഭക്തന്മാർക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഇങ്ങനെയൊന്നും ആവില്ല. നമ്മളൊക്കെ മധ്യമ ഭക്തന്മാരാ. എല്ലാവരും ഈശ്വരത്വം കാണാനൊന്നും നമ്മുടെ മനസ്സത്ര വലിപ്പമൊന്നും ആയിട്ടില്ല. സകലവരുടെ ഈശ്വരത്വം കാണാൻ. എന്നാൽ പരമയോഗികളായിട്ടുള്ള പരമഹംസന്മാരിലൊക്കെ ഏത് വിധയിലെയും ഏത് തരത്തിലും എന്ത് വന്നാലും വേണ്ടില്ല, ചിലതിനെ അവഗണിക്കുന്നതിനൊക്കെ അവഗണിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ എല്ലാവരിലും കാണുന്നതായിട്ടുള്ള യോഗീശ്വരന്മാരൊക്കെ നമുക്ക് കാണാം. അപ്പൊ മധ്യമ ഭക്തന്മാര്. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പ്രാകൃത ഭക്തൻ. പ്രാരംഭഘട്ടത്തിൽ, ഭക്തിയുടെ പ്രാരംഭഘട്ടത്തിൽ കഴിയുന്നവരാണ് പ്രാകൃത ഭക്തന്മാര്. ഭക്തി തുടങ്ങുന്ന ആദ്യത്തെ ഘട്ടം പ്രാരംഭഘട്ടം എന്താണ്? ദേവാലയങ്ങളുടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർ പ്രാകൃത ഭക്തന്മാരാണ്. ആദ്യത്തെ ഘട്ടമാണ്. ശ്രീകോവിലിന്റെ ഉള്ളിൽ ഭഗവാനെ കാണണമെങ്കിൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ അവിടെ മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് ഭക്തിയുടെ ആദ്യത്തെ ഘട്ടമാണ്. എന്തിനാണ് ഭഗവാൻ ഒരു പ്രതിഷ്ഠയില് പ്രാണപ്രതിഷ്ഠ നടത്തി, ഒരു വിഗ്രഹത്തിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ ഒരംശമായിട്ട് ശ്രീകോവിലിന്റെ ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദീപാരാധന തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴോ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ തെളിച്ചമുണ്ടാവും. ശ്രീകോവിലുള്ള ചൈതന്യം, ആ ചൈതന്യം നമ്മളിലേക്ക് പടർന്ന് ക്രമേണ 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 നമ്മൾ ഒരു മധ്യമ ഭക്തനായിട്ട് മാറണം. ആരോടും വിരോധം ഉണ്ടാവാതെ ഭക്തന്മാരോട് കൂട്ടുകൂടി അങ്ങനെ മധ്യമ ഭക്തനായിട്ട് മാറണം. മധ്യമ ഭക്തനായിട്ട് മാറിയ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറണം? ഉത്തമ ഭക്തനായിട്ട് മാറണം. ആ ഭാവം എല്ലാവരിലും ഉണ്ട് എന്നുള്ള ഭാവത്തിലേക്ക് ഉറയ്ക്കണം. അപ്പോൾ അത് ആദ്യ പടി കയറിയിട്ട് ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തി ഭഗവാന്റെ സൂക്ഷ്മഭാവം നമ്മുടെ മനസ്സിലേക്ക് വന്ന് ശ്രീകോവിലുള്ള ചൈതന്യം അത് ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവാലയങ്ങളിൽ പ്രാണപ്രതിഷ്ഠയും സൂക്ഷ്മരൂപ ധ്യാനവും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് വളർന്നു വരണം രാജാവേ മനസ്സ്. അതുകൊണ്ട് ഉത്തമ ഭക്തനാവാനുള്ള ഒരു ശ്രമമാവണം എല്ലാവരിലും ഉണ്ടാവേണ്ടത്. അതിൻ്റെ ആദ്യപടിയായിട്ട് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആ സൂക്ഷ്മമായിട്ടുള്ള പ്രാണനെ നമ്മൾ നല്ലോണം ധ്യാനിക്കേണ്ടതാണ്. പെട്ടെന്ന് നമുക്ക് ആ ലോകം മുഴുവൻ ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യമിതം സർവം എന്നുള്ള വേദഭക്തിയിലേക്കൊന്നും എത്താൻ പെട്ടെന്ന് കഴിഞ്ഞൊന്നും വരില്ല. സകലതും ഈശ്വരനാണെന്നുള്ള ഭക്തിയിലേക്കൊന്നും എത്താൻ ഒരു മാർഗം നമുക്ക് അതിനുള്ള മനസ്സിനെ പാകമാക്കുന്നത്
ദേവാലയങ്ങളുള്ള ശ്രീഹരിയായിട്ടും ചോറ്റാനിക്കരമയായിട്ടും